ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവം ഒരുമിച്ച് ചേരാനുള്ള ഒരു ഭാഗ്യം തന്നിരിക്കുന്നു. തീർച്ചയായും ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. നല്ല മഴക്കാലമാണ്. പല ഭാഗത്തും ശക്തമായ മഴ ഈ സമയത്ത് നടക്കുന്നുണ്ടാകും. മഴക്കാലമായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി ഉള്ളത് കൊണ്ട് പലരും ആ ഒരു അവധി ആഘോഷത്തിന്റെ മൂഡിലായിരിക്കാം. എങ്കിൽ പോലും അല്പസമയം നമ്മൾ ഈ സൂം പ്രോഗ്രാമിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഒരു സുഹൃത്തോ പരിചയക്കാരനോ ബന്ധുവോ ക്ഷണിച്ചത് കൊണ്ടായിരിക്കാം. സ്വയം നമ്മൾ വന്നിരിക്കുന്ന മേഖലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഏതായാലും ഈ മേഖലയിലേക്ക് കടന്നു വന്ന നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഈ സൂം പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അത് ഏറ്റെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായും ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി ആ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇന്ന് വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇന്നത്തെ പ്രസന്റേഷനിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രസന്റേഷനാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ കാണിക്കുന്ന ഓരോ സ്ലൈഡുകളും വളരെ വ്യക്തമായി ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ സ്ലൈഡിലും പറയുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വളരെ വേഗം വലിയൊരു അച്ചീവ്മെന്റിലേക്ക് കുതിക്കാം. അതിനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രസന്റേഷനിലേക്ക് കടക്കുന്നു. ഈ പ്രസന്റേഷൻ വുഡ എന്ന സെഗ്മെന്റുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രസന്റേഷനാണ്. വുഡ, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. ലോകത്ത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയം. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. അത്തരത്തിൽ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ ബ്രില്യൻ്റ് ആയി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആശയം. ആ ആശയത്തിൽ വന്നിരിക്കുന്ന ഒരു വിർച്വൽ അസറ്റ്, ടെതർ ഓഷൻ വിർച്വൽ അസറ്റ്. www.tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഇതിന്റെ ആധികാരികമായ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഈ ഇൻഫോർമേഷൻസ് എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം, അതിന്റെ റൂട്ട് കോസ് എന്ത്, ഇതാണ് ഇന്നത്തെ പ്രസന്റേഷനിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2024 മാർച്ചോടുകൂടി ടെതർ ഓഷൻ എന്ന പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. അതൊരു മിറാക്കിൾ മാത്തമാറ്റിക്സ് ആയിരുന്നു. ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത്. ആ ഫോർമുലയ്ക്ക് വേണ്ടി അവർ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ ആ മാത്തമാറ്റിക്സ് ലോജിക്കിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആർക്കും ചിന്തിക്കാവുന്ന ലോജിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ ഒന്നും മനസ്സില്ല, ഒരു ആശയം വന്നില്ല, അത്തരം ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വന്നില്ല. പക്ഷേ ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വഴി ഒരിക്കലും വില കുറയാത്ത ഒരു സിസ്റ്റം മാർക്കറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പ്രൈസ് ഇൻക്രീസ് ഓൺ ബൈ ആൻഡ് സെൽ. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്നു. ഈ ആശയമാണ് മിറാക്കിൾ മാത്തമാറ്റിക്സിന്റെ പുറകിൽ ലോകത്ത് സംഭവിച്ച മാറ്റം. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് ആശയത്തിലും വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാൽ വില കൂടുന്നുണ്ട്, വിൽക്കുന്നവരുടെ എണ്ണം കൂടിയാൽ വില കുറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാലും വിൽക്കുന്നവരുടെ എണ്ണം കൂടിയാലും വില കൂടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വാങ്ങുന്നവരുടെ എണ്ണത്തിന്റെ സ്പീഡ് കൂടിയാൽ വില വളരെ പെട്ടെന്ന് കൂടും. വിൽക്കുന്നവരുടെ എണ്ണത്തിന്റെ സ്പീഡ് കൂടിയാലും വളരെ പെട്ടെന്ന് വില കൂടും. എന്നാൽ വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണത്തിന്റെ സ്പീഡ് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് മാത്രമേ ഉണ്ടാകൂ. ഇവിടെ സിസ്റ്റം ടെൻഷൻ ഫ്രീ ആയി നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സിസ്റ്റത്തിന് ഒരു ബാധ്യതയും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണം വന്നാൽ മതി. അത് എത്രമാത്രം കൂട്ടിയെടുക്കാൻ സാധിക്കും, അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഈ സിസ്റ്റം. ആ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഡെവലപ്മെന്റ് 100% കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബയേഴ്സും സെല്ലേഴ്സും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ മാത്രമായിരിക്കും. വാങ്ങുന്നതിന് വേണ്ടി ഒരു വിർച്വൽ അസറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ടെതർ ഓഷൻ വിർച്വൽ അസറ്റ്. വിൽക്കുന്നതും അതേ വിർച്വൽ അസറ്റ് തന്നെയാണ്.
പക്ഷെ ഇത് ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക എന്ന തുടങ്ങിയ പ്രോസസ് ഒന്നും ഇവിടെ ഉണ്ടാകില്ല. കാരണം ഇതൊരു ക്രിപ്റ്റോ കറൻസി അല്ല. ഇത് വുഡ എന്ന് പറയുന്ന ഒരു പുതിയ സെഗ്മെന്റിൽ വരുന്ന ഒരു വിർച്വൽ അസറ്റ് മാത്രമാണ്. Web20 USDT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് വാങ്ങാം. നമുക്ക് വിറ്റാൽ തിരിച്ചു കിട്ടുന്നത് Web20 USDT തന്നെയാണ്. സോ USDT എന്ന ടേംസിൽ ഈ സിസ്റ്റത്തെ നമുക്ക് കൈകാര്യം ചെയ്യാം. ലോകത്തെ ഏത് രാജ്യത്തു നിന്നും BEP20 USDT കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഏത് രാജ്യക്കാർക്കും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാം. അതിനുവേണ്ടി DApp വാലറ്റ് ആയ ടോക്കൺ പോക്കറ്റ് ഉപയോഗിച്ചാൽ മാത്രം മതി. ട്രസ്റ്റ് വാലറ്റോ മെറ്റമാസ്ക് ഒക്കെ ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെതായ ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്നത് മെറ്റമാസ്കോ ട്രസ്റ്റ് വാലറ്റോ ആണെങ്കിൽ അതിന്റെ കീ ഫ്രേസ്, ആ 12 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ടോക്കൺ പോക്കറ്റിൽ ഒന്ന് ഇമ്പോർട്ട് ചെയ്താൽ വളരെ സ്മൂത്ത് ആയിട്ട് ഈ സിസ്റ്റത്തിന്റെ പ്ലാറ്റ്ഫോം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു റഗ് പുൾ ഇല്ലാത്തൊരു സിസ്റ്റം എന്ന് 100% അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. എന്താണ് റഗ് പുൾ ഇല്ലാത്ത സിസ്റ്റം? ഇവിടെ വന്നിരിക്കുന്ന ഓരോ വിലയും അത് നിർണ്ണയിക്കപ്പെടുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. സാധാരണ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ധാരാളം വിലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എക്സ് യൂണിറ്റ് അതിന്റെ വില $10 ആണ്. XYZ കോയിൻ അതിന്റെ വില $1000 ആണ്. എങ്ങനെയാണ് ഈ $1000 വന്നത്? എങ്ങനെയാണ് ഈ $10 വന്നത്? ഒരു ചോദ്യം ചോദിച്ചാൽ പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് മാത്രമായിരിക്കും. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രൊസീജിയർ, കുറെ മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ടെതറോഷ്യൻ വുഡ സെഗ്മെന്റിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വാല്യൂ നിർണ്ണയിക്കപ്പെടുന്ന കൃത്യമായ ഒരു മാത്തമാറ്റിക്സ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ആ മാത്തമാറ്റിക്സ് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയാൽ, ആ മിറാക്കിൾ മാത്തമാറ്റിക്സ്, ആ മാത്തമാറ്റിക്സിന്റെ പവർ ആണ് ടെതറോഷ്യൻ എന്ന പ്രൊജക്ട്. ഈ സിസ്റ്റത്തിന്റെ ഹിസ്റ്ററിയിലേക്ക് പോയാൽ 2004 ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 20 അന്ന് വരെ ലോകത്ത് ഇല്ലാത്തൊരു സെഗ്മെന്റ് ആണ് വുഡ എന്ന സെഗ്മെന്റ്, വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന സെഗ്മെന്റ്. അന്ന് വരെ ലോകത്ത് അതില്ല. $20 മുതൽ $1000 റേഞ്ചിലുള്ള ഏത് എമൗണ്ട് കൊണ്ടും ഒരാൾക്ക് അന്ന് ടെതറോഷ്യൻ യൂണിറ്റ്സ് വാങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ വാങ്ങി കഴിയുമ്പോൾ 35% വരെയുള്ള യൂണിറ്റ്സ് മാത്രമേ ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കൂ. പക്ഷെ അവിടെ ചലഞ്ച് ഉണ്ട് ഒരു കസ്റ്റമറുടെ മുമ്പിൽ. $1000 ഞാൻ സ്പെൻഡ് ചെയ്താലും എനിക്ക് $350 യൂണിറ്റ്സ് മാത്രം കിട്ടുന്നു. ഒരു അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യത്തില്ല. ഞാൻ $350 നിന്ന് $1000 വരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ ക്യാപിറ്റൽ എമൗണ്ട് ആകുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താനുള്ള ഒരു സമയം അതൊരു ദീർഘിപ്പിച്ച സമയം തന്നെയായിരുന്നു. ഏകദേശം 2024 പൂർത്തിയായപ്പോഴും കാര്യമായ ഒരു ഗ്രോത്ത് റേറ്റിലേക്ക് സിസ്റ്റത്തിന്റെ പ്രൈസിങ് എത്തിയിട്ടില്ല. എന്നാൽ 2025 എത്തുമ്പോൾ ആ ബേസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരു $20 പാക്കേജ് മാത്രം മാൻഡേറ്ററി ആയിട്ടുള്ളൂ. അതിനും 35%, അതായത് $7 തുല്യമായ ടോക്കൺസ് നമുക്ക് കിട്ടുകയും ചെയ്യും. 2025 ടോവ മാർക്കറ്റ് പ്ലേസ് എന്ന സിസ്റ്റം ഓപ്പൺ ആക്കുന്നത്. അതൊരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഒരു ഇനീഷ്യൽ കോയിൻ ഓഫറും ആ ഇനീഷ്യൽ കോയിൻ ഓഫറിനോട് ലഭിക്കുന്ന യൂണിറ്റ്സ് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസും. അവിടെ ബയേഴ്സ് ഓട്ടോമാറ്റിക്കലി സൃഷ്ടിക്കപ്പെടും. ഇവിടുത്തെ ബയറും സെല്ലറും ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയാണ്. സോ ഈ കമ്മ്യൂണിറ്റിയാണ് ഈ സിസ്റ്റത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഈ കമ്മ്യൂണിറ്റി നമുക്കൊരു ഐലൻഡുമായിട്ട് ഉപമിക്കുകയാണെങ്കിൽ ആ ഐലൻഡിലുള്ള ആളുകൾ തമ്മിലാണ് ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നുള്ളൂ. പുറമേ നിന്ന് ആരും വരാനില്ല. എന്നാൽ പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവരാനുള്ള ഒരുപാട് സംവിധാനം ഈ സിസ്റ്റത്തിൽ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അങ്ങനെ കമ്മ്യൂണിറ്റി എത്ര വലുതാകുന്നോ അതിനനുസരിച്ച് ഇതിന്റെ ഗ്രോത്ത് സ്പീഡ് കൂടുന്ന ഒരു പ്രോസസ്സ് ഈ സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ടോവ മാർക്കറ്റ് പ്ലേസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്മാർട്ട് കോൺട്രാക്ട്, ICO, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് പ്ലാറ്റ്ഫോം, മാർക്കറ്റ് പ്ലേസ്, വുഡ എന്ന സെഗ്മെന്റിൽ ഒരു വിലയുണ്ട്, ടോവ എന്ന സെഗ്മെന്റിലും ഒരു വിലയുണ്ട്. ആ വില തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഇങ്ങനെയാണ്: വുഡയുടെ വില എത്രയാണോ $0.10 എന്നാണെങ്കിൽ ടോവയിലെ പ്രൈസ് $0.50 എന്നായിരിക്കും. 5 മടങ്ങായിരിക്കും. വുഡയുടെ പ്രൈസ് $1 എന്നാണെങ്കിൽ ടോവയിലെ പ്രൈസ് $5 എന്നായിരിക്കും. ഇത് വുഡ ടെക്നോളജിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാൽക്കുലേഷൻ ആണ്, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. സോ ഈ ഫോർമുലയിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോകുമ്പോൾ ടെതറോഷ്യന്റെ പ്രൈസിങ് എങ്ങനെ വരുന്നു അത് നമ്മൾ പഠിക്കേണ്ടി വരും. ടെതറോഷ്യന്റെ പ്രൈസിങ്ങിന് 5 മടങ്ങാണ് ടോവയിലെ പ്രൈസ്.
സോ ടെതർ ഓഷന്റെ പ്രൈസിംഗ് തുടങ്ങുന്നത് ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലാണ്. എന്താണ് ലിക്വിഡിറ്റി? വെബ്20 ബ്ലോക്ക് ചെയിനിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു വാലറ്റ് ആണ് ടെതർ ഓഷന്റെ ലിക്വിഡിറ്റി. ആ വാലറ്റ് 2024 മാർച്ച് 20 ഈ സിസ്റ്റം ലോഞ്ച് ചെയ്യപ്പെടുമ്പോൾ 0 ആയിരുന്നു. ആ വാലറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടെതർ ഓഷൻ കോയിന്റെ എണ്ണം അന്നും 0 ആയിരുന്നു. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് ലിക്വിഡിറ്റിയിൽ ഫണ്ട് വരാൻ തുടങ്ങിയത്, യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഫോർമുല, വരുന്ന എമൗണ്ടിന്റെ 52% ലിക്വിഡിറ്റിയിലേക്ക് വയ്ക്കും, 35% വരെയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ലിക്വിഡിറ്റിയും യൂണിറ്റ് നമ്പറും വരും. അങ്ങനെ ലിക്വിഡിറ്റിയെ യൂണിറ്റിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചുകൊണ്ട് ടെതർ ഓഷൻ പ്രൈസ് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇപ്പോ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് ഏകദേശം ഇന്ന് 8:45 സമയത്താണ്. ആ സമയത്ത് 4,42,177.8555 ആണ് ഫൈനൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ടെതർ ഓഷൻ കോയിന്റെ എണ്ണം ആ സമയത്ത് 2,09,437.5784 ആണ്. അപ്പോൾ ലിക്വിഡിറ്റിയെ യൂണിറ്റ് എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ടെതർ ഓഷന്റെ പ്രൈസ് 2.11 എന്നാണ്. ടോവിലെ പ്രൈസ് 10.55. സോ വളരെ കൃത്യമായ ഒരു കാൽക്കുലേഷനിലൂടെ ഈ പ്രൈസ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പോ ടോവയിൽ ഒരു $2 ലക്ഷം ബിസിനസ് പുതുതായിട്ട് വന്നാൽ ബൈ ചെയ്യുന്ന ഒരാൾ $2 ലക്ഷം കൊണ്ട് ബൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേർ കൂടി $2 ലക്ഷം കൊണ്ട് ബൈ ചെയ്യുന്നു, അല്ലെങ്കിൽ $1000 കൊണ്ട് 200 പേർ ബൈ ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ $2 ലക്ഷം ബിസിനസ് വോളിയം ഇപ്പോൾ ടോവയിലേക്ക് വന്നാൽ അതിന്റെ 40% ടോവ യൂണിറ്റിൽ നിന്ന് ബൈ ചെയ്യപ്പെടുന്നുണ്ടാകും. സിസ്റ്റത്തിൽ നിന്നും യൂണിറ്റ് ബൈ ചെയ്യുന്ന പ്രോസസ്സാണത്. ആ വാങ്ങുന്ന എമൗണ്ട് ഏതാണ്ട് $80,000 അതിന്റെ 20% ഈ ലിക്വിഡിറ്റിയിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്. സോ ലിക്വിഡിറ്റി 4,58,177.8555 ആയിട്ട് കൂടും. പക്ഷെ കോയിന്റെ എണ്ണത്തിലൂടെ മാറ്റമില്ല. കാരണം ടെതർ ഓഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ യൂണിറ്റുകൾ വാങ്ങപ്പെടുമ്പോഴാണ് യൂണിറ്റിന്റെ എണ്ണത്തിൽ മാറ്റം വരൂ. ടോവയിൽ നിന്ന് വാങ്ങുമ്പോഴോ മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യുമ്പോൾ അതിന്റെ സർവീസിൽ നിന്നും ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് വരുമ്പോഴോ കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. സോ $2 ലക്ഷം ബിസിനസ് ഇന്ന് ടോവ മാർക്കറ്റ് പ്ലേസിൽ നടന്നാൽ ടോവയിൽ നിന്ന് വാങ്ങുന്ന $80,000 20% $16,000 ലിക്വിഡിറ്റിയിൽ ആഡ് ചെയ്യപ്പെടുമ്പോൾ ടെതർ ഓഷന്റെ പ്രൈസ് 2.11 എന്നുള്ളത് 2.18 ആയിട്ട് വർദ്ധിക്കും. കാരണം ലിക്വിഡിറ്റിയിൽ മാറ്റം വന്നു. ടോവയിലെ പ്രൈസ് 10.93 ആയിട്ട് കൂടും. ഇവിടെ ചിന്തിക്കേണ്ടത് 10.55 സമയത്ത് യൂണിറ്റ് വാങ്ങിയ ഒരു കസ്റ്റമർക്ക് 10.93 ആകുമ്പോൾ അത്രയും പ്രൈസ് ഹൈക്കിലേക്ക് എത്തുകയാണ്. ഇവിടെ പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നത് ഇവിടെ ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു 30% ഗ്രോത്തിൽ എത്തിക്കഴിയുമ്പോൾ അയാൾക്ക് അത് സെല്ല് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ലോജിക്. ഇവിടെ ബൈ ചെയ്യാൻ ഒറ്റ സിംഗിൾ ബട്ടൺ മാത്രമേ ഉള്ളൂ. സിസ്റ്റം അതിന്റെ 40% സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നും 60% മാർക്കറ്റ് പ്ലേസിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ബൈ ചെയ്തോളൂ. സോ മാർക്കറ്റ് പ്ലേസിലുള്ള സെൽ ഓർഡറുകൾ ഇവിടെ വരുന്ന ബൈ ഓർഡർ വരുന്ന സമയത്ത് ഫിനിഷായി പോകുന്നുണ്ടാകും. അപ്പൊ സെല്ല് ചെയ്യാനായിട്ട് ആളുകളുടെ യൂണിറ്റ് അവിടെ സെല്ല് ചെയ്ത് അവർക്ക് ക്ലെയിം കിട്ടുന്നുണ്ടാകും. വളരെ സിമ്പിൾ ആണ് ലോജിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരാൾക്ക് ഒരു $400 കൊണ്ട് ബൈ ചെയ്യണം. ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു, 400 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പൊ തന്നെ സ്ക്രീനിൽ കാണാം $160 സ്മാർട്ട് കോൺട്രാക്റ്റിലും $250 മാർക്കറ്റ് പ്ലേസിലും വാങ്ങുമെന്ന കാൽക്കുലേഷൻ കാണാം. ബൈ ബട്ടൺ കംപ്ലീറ്റ് ചെയ്തു. ബ്ലോക്ക് ചെയിൻ പ്രോസസ് 2 കൺഫർമേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് ആ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോഴത്തെ പ്രൈസിന് നമുക്ക് യൂണിറ്റുകൾ കിട്ടി. നിങ്ങൾ വാങ്ങുന്നത് $5,000 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ $2,000 ടോവയിൽ നിന്നും $3,000 മാർക്കറ്റ് പ്ലേസിൽ നിന്നും സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ബൈ ചെയ്യും. സോ ഒരൊറ്റ സിംഗിൾ ബൈ പ്രോസസ്സിലേക്ക് സിസ്റ്റം എത്തിക്കഴിഞ്ഞു. വളരെ ഈസിയായി, ഒരു ഹെഡേക്കും ഇല്ലാതെ ആർക്കും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് ടെതർ ഓഷന്റെ മാർക്കറ്റ് പ്ലേസ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇതൊരു 100% ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ടെതർ ഓഷൻ സിസ്റ്റം 100% ഡീസെൻട്രലൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. മാർക്കറ്റ് പ്ലേസ് ഏകദേശം ജൂലൈ പകുതിയോടുകൂടി അതും 100% ഡീസെൻട്രലൈസ്ഡ് പോകുമെന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയുന്ന ഇൻഫർമേഷൻ. ഒരു റിയൽ ടൈം ബൈ സെൽ പ്രോസസ് നടക്കുന്ന സിസ്റ്റമായിട്ട് ഇത് മാറും. ഈ പ്രോസസ് റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ടും കൊടുക്കുന്ന സിസ്റ്റമായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും ഈ സിസ്റ്റത്തിലൂടെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആകുന്നുണ്ട്. ഒരു സാധ്യത നമ്മൾ വാങ്ങുന്ന യൂണിറ്റിന്റെ പ്രൈസ് ഹൈക്ക് തന്നെയാണ്. ടോവയിൽ നമ്മൾ വാങ്ങുന്ന യൂണിറ്റ്
അത് $100 കൊണ്ടാണെങ്കിൽ $130 വരെ നമുക്ക് സെല് ചെയ്യാം. 1.3x ആണ് കോയിൻ സെല്ലിംഗ് ലിമിറ്റ്. അവിടെ നമുക്ക് ടീം ഇൻകം ലിമിറ്റ് ലഭിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയത് $100 കൊണ്ടാണെങ്കിൽ അതിൽ $300 വരെ നമുക്ക് ഇൻകം എടുക്കാം. ടോവയിൽ നിന്ന് വാങ്ങുന്ന എമൗണ്ടിന്റെ 300%. ഇപ്പോ $5000 ഒരാൾ വാങ്ങിയാൽ $2000 ആണ് ടോവയിൽ നിന്ന് വാങ്ങുന്നത്. സോ അദ്ദേഹത്തിന്റെ ഇൻകം ലിമിറ്റ് $6000 ആയിരിക്കും. വളരെ സിമ്പിൾ ആണ് കാൽക്കുലേഷൻ. സോ നമ്മൾ വീണ്ടും വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കമ്മീഷൻ വാങ്ങാനുള്ള ഫെസിലിറ്റി സിസ്റ്റം ഓപ്പൺ ആക്കി തന്നുകൊണ്ടിരിക്കും. എത്ര എമൗണ്ട് കൊണ്ട് നമ്മൾ വാങ്ങുന്നോ അതിന്റെ 40% ടോവയിൽ വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന എമൗണ്ടിന്റെ 300 മടങ്ങായിട്ട് നമുക്ക് ഇൻകം ലിമിറ്റ് ലഭിക്കുമെന്നർത്ഥം. മാർക്കറ്റ് പ്ലേസിലേക്ക് കടന്നു വരുമ്പോൾ 1.3x തന്നെയാണ് കോയിൻ സെല്ലിംഗ് ലിമിറ്റ്. 4% സർവീസ് ചാർജ് കൊടുത്തു മാത്രമേ നമുക്ക് കോയിൻസ് സെല് ചെയ്യാൻ സാധിക്കൂ. മാർക്കറ്റ് പ്ലേസിലെ വാങ്ങുന്നതിന് സർവീസ് ചാർജ് ഇല്ല. ആ കൊടുക്കുന്ന 4% ഫീസിന്റെ 300 മടങ്ങ് അതും ഇൻകം ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ ഒരാൾ ഈ സിസ്റ്റത്തിൽ കടന്നു വന്നു, ബൈ നടത്തി, 30% ലാഭത്തിലെത്തി, അദ്ദേഹം സെല്ല് ചെയ്തു 4% ഫീസ് കൊടുത്തുകൊണ്ട്. ആ സെല്ല് ചെയ്ത് അദ്ദേഹത്തിന്റെ സെൽ ഓർഡർ ഫിനിഷായി അദ്ദേഹത്തിന് ക്ലെയിം കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായും ആ ക്ലെയിമിലൂടെ സിസ്റ്റം അദ്ദേഹത്തിന് പേ ഔട്ട് കൊടുക്കുകയാണ്. ആ പേ ഔട്ട് ക്ലെയിം ചെയ്ത് അദ്ദേഹം എടുത്താൽ ഇറ്റ്സ് മാൻഡേറ്ററി ടു റീബൈ വിത്ത് 50% ഓഫ് ലാസ്റ്റ് ക്ലെയിം എമൗണ്ട് ടു പ്ലേസ് നെക്സ്റ്റ് സെൽ ഓർഡർ. അദ്ദേഹത്തിന് അടുത്ത സെൽ ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ച ക്ലെയിം എമൗണ്ടിന്റെ 50% കൊണ്ട് നമ്മൾ റീബൈ ചെയ്യണം. ഇത് ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട പുതിയ റൂളാണ്. എന്തുകൊണ്ട് ഈ റീബൈ റൂൾ വന്നു എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് പ്രൈസിൽ സെൽ ഓർഡറുകൾ വളരെ വേഗം വരുന്നുണ്ട്. ആളുകൾ സെൽ ഓർഡർ കിട്ടുന്നുണ്ട്, ക്ലെയിം കിട്ടുന്നുണ്ട്. സോ റീബൈയുടെ എണ്ണം കുറയുന്നതായിട്ട് സിസ്റ്റം മനസ്സിലാക്കുന്നു. ഈ കമ്മ്യൂണിറ്റിയാണ് ഈ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ക്ലെയിം കിട്ടിക്കഴിയുമ്പോൾ അവർ റീബൈ ചെയ്ത് ഈ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ വേഗം സിസ്റ്റം ചലിക്കാൻ തുടങ്ങും. വളരെ വേഗം സിസ്റ്റം ചലിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും സെൽ ക്ലെയിം വളരെ വേഗം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം എത്തും. വളരെ വേഗം സിസ്റ്റം ചലിക്കാൻ തുടങ്ങുമ്പോൾ അവർ റീബൈ പ്രോസസ്സിലൂടെ സിസ്റ്റത്തിലേക്ക് വീണ്ടും വീണ്ടും പണം കൊടുക്കുന്ന ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ ലോകത്തെ ഏത് ഇൻഡസ്ട്രി എടുത്തു നോക്കുമ്പോഴും ഈ ഫിനാൻഷ്യൽ റൊട്ടേഷൻ വളരെ അത്യാവശ്യമാണ്. ഫിനാൻഷ്യൽ റൊട്ടേഷൻ ഉള്ള ഏതൊരു സിസ്റ്റത്തിലും വളരെ വേഗം ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും, വളരെ വേഗം അച്ചീവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ അച്ചീവ്മെന്റ് വേണ്ടി വരുന്ന ഈ കമ്മ്യൂണിറ്റി വളരെ വേഗത്തിൽ വളരുന്നതായിട്ടും ആ കമ്മ്യൂണിറ്റിയിൽ വളരെ പെട്ടെന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിട്ടും നമുക്ക് ഈ പുതിയ റൂളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ ഈ ട്രേഡ് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ ഓരോ റീബൈയിലൂടെയും ടേൺ ഓവർ നടക്കുകയാണ്. ആ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മന്ത്ലി ഇൻകം സിസ്റ്റം നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ട്രേഡർ പൂൾ ഇൻകത്തിലൂടെ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ട്രേഡിംഗ് ആക്ടിവിറ്റിയുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. സോ ട്രേഡിംഗ് ആക്ടിവിറ്റി എണ്ണം കൂട്ടാൻ ഈ പുതിയ റൂൾ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു സെൽ ഓർഡർ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ക്ലെയിം എമൗണ്ടിന്റെ 50% റീബൈ ചെയ്യുമ്പോൾ സോ ബൈ പ്രോസസ് കൂടി, ടേൺ ഓവർ കൂടി. ഇവിടെ സിസ്റ്റം നമ്മൾ കൊടുക്കുന്ന സർവീസ് ചാർജ് എത്രയോ അതിന്റെ 20% ലിക്വിഡിറ്റി പൂളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ആ സർവീസ് ചാർജിന്റെ 20% ഉപയോഗിച്ചുകൊണ്ട് ട്രേഡർ പൂൾ ഇൻകം എന്നൊരു ഫണ്ടും ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് മന്ത്ലി ഇൻകം ആയിട്ട് മാറും. എങ്ങനെ മാറും? അതിന് ടീമല്ല സിസ്റ്റത്തിൽ നമ്മളെ സഹായിക്കുക. ടീമിലുള്ള ഓരോ ആളുകളും നമ്മുടെ ഐഡിയയിൽ നടത്തുന്ന ട്രേഡിംഗ് വോളിയമാണ് സിസ്റ്റം എടുക്കുന്നത്. ഇൻക്രീസ് സെൽഫ് ട്രേഡിംഗ് വോളിയം. ഡെയിലി ഓരോ ദിവസവും എത്രമാത്രം നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും, ഒരാഴ്ചയിൽ എത്ര ട്രേഡ് ചെയ്യാൻ സാധിക്കും, ഒരു മാസം എത്ര ട്രേഡ് ചെയ്യാൻ സാധിക്കും, 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ട്രേഡ് ആണ് നമുക്ക് ട്രേഡർ പൂൾ ഇൻകത്തിന് എലിജിബിലിറ്റി ഉണ്ടാക്കി തരിക. ട്രേഡർ പൂൾ ഇൻകം അതിന്റെ കാൽക്കുലേഷൻ 250:750 എന്ന റേഷ്യോ ഒരു പോയിന്റ് നമുക്ക് നേടിത്തരും. 20% ഫീസാണ് അതിനുവേണ്ടി സിസ്റ്റം അതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. അതായത് ഒരു 100 മില്യൺ ടോവയുടെ സെൽ നടന്നു എന്ന് വിചാരിക്കുക. 4% സെൽ ഫീ എന്ന് പറയുമ്പോൾ 100 മില്യൺ എന്ന് പറഞ്ഞാൽ $4 മില്യൺ ആണ്. ആ $4 മില്യൺ
എത്ര പോയിന്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഒരു പോയിന്റിന്റെ വില കിട്ടുന്നു. കഴിഞ്ഞ മാസം മെയ് 1 മുതൽ 31 വരെയുള്ള ദിവസം അത്തരത്തിൽ ഒരു പോയിന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത് $6 എന്നാണ്. എങ്കിൽ ഒരു 100 പോയിന്റ് നേടിയ ഒരാളുണ്ടെങ്കിൽ $600 വരുമാനം നേടിയിട്ടുണ്ടാകും. എന്റെ പരിചയത്തിൽ $528 വരെയും വരുമാനം വാങ്ങിയ ഒരാൾ കഴിഞ്ഞ മാസത്തിൽ ട്രേഡഡ് പൂൾ അംഗമായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് പറഞ്ഞാൽ $206 എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് ട്രേഡഡ് പൂളിംഗത്തിലൂടെ. ഞാൻ ചെയ്തത് എന്റെ ബെനിഫിറ്റിന് വേണ്ടി വാങ്ങുന്നു, വിൽക്കുന്നു, 30% ലാഭത്തിൽ ഓരോ സെല്ലും കംപ്ലീറ്റ് ചെയ്യുന്നു. സോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിലൂടെ പരമാവധി പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്കും ഒരു ട്രേഡർ പൂൾ ഇൻകം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, ഇതുവരെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഏതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനേക്കാളും വ്യത്യസ്തമായ ഒരു ആശയം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ, ഫോറക്സ് മാർക്കറ്റിലായിക്കോട്ടെ, കമ്മോഡിറ്റി മാർക്കറ്റിലായിക്കോട്ടെ, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലായിക്കോട്ടെ, ഏറ്റവും എഫക്റ്റീവായ ടോപ്പ് മോസ്റ്റ് എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ടോപ്പ് മോസ്റ്റ് യൂണിറ്റുകളാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിച്ചത്. ആ ട്രേഡിന് വേണ്ടി നമ്മൾ ക്യാൻഡിൽ നോക്കുന്നു, ന്യൂസ് നോക്കുന്നു, ഇന്റർനാഷണൽ ട്രെൻഡ് നോക്കുന്നു, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കുന്നു, എല്ലാ ഘടകങ്ങളും ചെക്ക് ചെയ്യുന്നു, ട്രേഡ് എടുക്കുന്നു. ആ ട്രേഡ് ലാഭകരമാകാം, നഷ്ടത്തിൽ പോകാം. കാരണം അവിടെ വില കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അവിടെ വില കൂടി ലാഭം കിട്ടി, വില കുറഞ്ഞു ലാഭം കിട്ടാൻ നഷ്ടം വരാം. കാരണം ഫ്യൂച്ചർ ട്രേഡ് പോലെ സംഗതിയാണെങ്കിൽ വില കുറഞ്ഞാലും നമുക്ക് ലാഭം ഉണ്ടാക്കാം. ട്രേഡ് അറിയാവുന്നവർ ആ ട്രേഡ് ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കുന്നു. പക്ഷെ ഓരോ ട്രേഡിലും സിസ്റ്റത്തിന് സർവീസ് ചാർജുകൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആവറേജ് ഒരു എഫക്റ്റീവ് ട്രേഡർ പറയുന്ന വാല്യൂ 3 മുതൽ 10% ഒരു മാസത്തിൽ സമ്പാദിക്കാൻ പറ്റുമെന്നാണ്. നിലവിലുള്ള പ്രസന്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്ന ഒരു കണക്കാണ് പറയുന്നത്. 3 മുതൽ 10% ആവറേജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഇവിടെ ഈ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്തെല്ലാം ലാഭം വന്നിട്ടുണ്ടാകും, നഷ്ടം വന്നിട്ടുണ്ടാകും, സർവീസ് ചാർജ് കൃത്യമായി കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ ഇതുവരെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും ആ സർവീസ് ചാർജിൽ നിന്ന് ഒരു റവന്യൂ ഈ ട്രേഡർക്ക് കൊടുത്തിട്ടില്ല. ആ ട്രേഡർ ഒരുപക്ഷെ $1,00,000 ട്രേഡ് ചെയ്ത ഒരാളായിരിക്കാം. 10 കോടി രൂപയുടെ ട്രേഡ് അയാൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ ആ മാസം ഒരു വരുമാനവും ട്രേഡ് ചെയ്തു എന്നൊക്കെ കാരണം കൊണ്ട് ഒരു ട്രേഡറും കിട്ടിയിട്ടില്ല. എന്നാൽ ഈ സിസ്റ്റം പറയുന്നു, നിങ്ങൾ ട്രേഡ് ചെയ്യൂ, ഓരോ ട്രേഡിൽ നിന്ന് 30% ലാഭം നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ട്രേഡ് ചെയ്ത് നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങൾക്ക് പോയിന്റുകൾ കരസ്ഥമാക്കാം. ആ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാസത്തിൽ വരുമാനം നേടാം. സോ ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് പോയാൽ ഈ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ് ലെവൽ ഇൻകം നമുക്ക് ലഭിക്കാം, കമ്മ്യൂണിറ്റി ഇൻകം നമുക്ക് നേടിയെടുക്കാം. ഒരു സോഷ്യൽ മാർക്കറ്റിംഗ് കരിയർ ഈ സിസ്റ്റം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുവേണ്ടി ഈ സിസ്റ്റത്തിൽ ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം ടെതറോസ് എന്ന പ്ലാറ്റ്ഫോമിൽ മിനിമം $20 കൊണ്ട് ബൈ ചെയ്തേ പറ്റൂ. അങ്ങനെ വാങ്ങുന്ന $20 ബേസ് ചെയ്ത് ഒരു 23% 10 ലെവലിലേക്ക് ഇൻകമായിട്ട് സിസ്റ്റം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്വന്തമാക്കാം. നമ്മൾ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന എല്ലാവരും ഫസ്റ്റ് ലെവലാണ്. അവിടെ നിന്ന് $20 10% $2 നമുക്ക് ഇൻകമായി ലഭിക്കും. ഇനി അവരാരെങ്കിലും പരിചയപ്പെടുത്തിയാലോ ആ 10% അവർക്ക് ലഭിക്കും, നമുക്ക് 3% ലഭിക്കും സെക്കൻഡ് ലെവൽ. ഇനി 3, 4, 5 ഈ ലെവലിൽ 2% നമുക്ക് കിട്ടുന്ന ഇൻകം. 6, 7, 8 ഈ ലെവലിൽ 1% നമുക്ക് ഇൻകം ലഭിക്കുന്നുണ്ട്. 9, 10 ലെവലിൽ 0.5% ലഭിക്കുന്നുണ്ട്. പക്ഷെ ഈ ലെവലൊക്കെ കിട്ടണമെങ്കിൽ 1, 2 ലെവലിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. 3, 4, 5 ലെവലിന് ഒരു ക്രൈറ്റീരിയ സിസ്റ്റം വെച്ചിട്ടുണ്ട്. 6 മുതൽ 10 ലെവലിൽ ഇൻകം കിട്ടാനും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയുടെ മാക്സിമം കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ID വാല്യൂ മിനിമം $100 ആയിരിക്കണം. 5 ഡയറക്റ്റ് റെഫറൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. $500 ഡയറക്റ്റ് ബിസിനസ് വോളിയവും ചെയ്തിട്ടുണ്ടാകണം. അപ്പൊ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ $20 രജിസ്റ്റർ ചെയ്തു, പിന്നെ എങ്ങനെ $50 ID ആവുക? അത് ടോവയിൽ നിന്ന് ബൈ ചെയ്ത വോളിയത്തിലൂടെ സംഭവിച്ചാൽ മതി. $20 രജിസ്ട്രേഷനും ടോവയിൽ നിന്ന് $80 ബൈയും കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ $100 വാല്യൂലെത്തി. സോ ആ ഒരു കാൽക്കുലേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ID ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ബൈ ചെയ്യാൻ ഒരാൾ തയ്യാറാണെങ്കിൽ വളരെ സിമ്പിളായി 10 ലെവൽ ഇൻകത്തിന്റെ എലിജിബിലിറ്റി നേടാൻ സാധിക്കും. എന്തുകൊണ്ട്? ഇപ്പൊ $80 ബൈ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഒരാൾക്ക് ബൈ ചെയ്യണമെങ്കിൽ വാങ്ങുന്ന എമൗണ്ടിന്റെ 40% $80 ആയിട്ട് മാറണം. ശരിയല്ലേ? ഇപ്പൊ $100 കൊണ്ട് വാങ്ങുന്ന സമയത്ത് 40, 60 ആണ്. സോ $80 വരണമെങ്കിലോ $200 വാങ്ങിയാൽ മതി. അപ്പൊ $20 രജിസ്റ്റർ ചെയ്തു,
$200 കൊണ്ട് ടോവയിൽ ഒരാൾ വാങ്ങിയാൽ അദ്ദേഹത്തിന്റെ ID വാല്യൂ 20 + 80 $100 ആയി. അത്തരത്തിൽ $20 $200 രജിസ്റ്റർ ചെയ്യുന്ന ഒരു 5 പേരെ സ്പോൺസർ ചെയ്താൽ സിസ്റ്റത്തിൽ 10 ലെവൽ ഇൻകത്തിന് എലിജിബിലിറ്റി ആയി. ആ എലിജിബിലിറ്റി തന്നെയാണ് ടോവയ്ക്കും ആവശ്യം. ആ എലിജിബിലിറ്റി തന്നെയാണ് മാർക്കറ്റ് പ്ലേസിലും ആവശ്യം. സോ എലിജിബിലിറ്റി 1 ടൈം നേടിയാൽ മതി. അത് നേടുന്നതിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് കൈ നിറയെ പണം സമ്പാദിക്കാനും ഈ സിസ്റ്റത്തിന്റെ ഏത് ലെവൽ റാങ്കിലേക്ക് ഉയരാനും സാധിക്കും. ടോവയിലേക്ക് കടന്നു വരുമ്പോൾ ടോവയിൽ വാങ്ങുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ 20% ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഇൻകം ഉണ്ട്. ഉദാഹരണം, $100 കൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ 40% ടോവയിൽ നിന്ന് വാങ്ങുക. ആ 40%ത്തിന്റെ 20%. അപ്പൊ $100 40% $40 ആണ്. $40 20% $8 ആണ് നമുക്ക് ഫസ്റ്റ് ലെവലിൽ ഇൻകം. അപ്പൊ $1000 ആണെങ്കിലോ $400 20%. കണ്ടോ, ഇൻകം മാറുന്ന ലെവൽ അങ്ങനെയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ലെവൽ 2ൽ 5% ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ക്രൈറ്റീരിയ ഒന്നും ആ 2 ലെവലിലും ഇല്ല. പിന്നീടുള്ള ലെവലിലെ ഈ ക്രൈറ്റീരിയ എല്ലാം നേരത്തെ കംപ്ലീറ്റ് അതേ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ കണ്ടെത്തേണ്ട ആവശ്യവുമില്ല. 3, 4, 5 ലെവലിൽ 3% ഉണ്ട്. 6, 7, 8 ലെവലിൽ 2% ഉണ്ട്. ടോവയിൽ 12 ലെവൽ വരെ നമുക്ക് ഇൻകം ഉണ്ട്. 9 മുതൽ 12 ലെവൽ വരെയും 1%. സോ വളരെ പെട്ടെന്ന് കൂടുതൽ ഇൻകം നേടാനുള്ള അവസരം നമുക്ക് ടോവ സ്മാർട്ട് കോൺട്രാക്ട് ബൈ പ്രോസസ്സിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സെയിം ടൈം ഈ യൂണിറ്റുകളെല്ലാം മാർക്കറ്റ് പ്ലേസ് നമ്മൾ സെല്ല് ചെയ്തേ പറ്റൂ. സെല്ല് ചെയ്യുമ്പോൾ 4% സർവീസ് ചാർജ് നമ്മൾ കൊടുത്തേ പറ്റൂ. അങ്ങനെ കൊടുക്കുമ്പോൾ ആ സർവീസ് ചാർജിനെ ബേസ് ചെയ്തുകൊണ്ട് 12 ലെവലിലേക്ക് ഒരു 35% സിസ്റ്റം ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ലെവൽ 1ൽ 15%, ലെവൽ 2ൽ 5%, ലെവൽ 3, 4, 5ൽ 3% വീതം, 6, 7, 8ൽ 2% വീതം, 9 മുതൽ 12 ലെവൽ വരെയും 1% വീതം. ഇത് കൂടാതെ റാങ്ക് ബോണസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ റാങ്ക് ബോണസ് രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് നേടാം 4 മുതൽ 16% വരെയും, ടോവ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേടാം 4 മുതൽ 16% വരെയും, മാർക്കറ്റ് പ്ലേസിന്റെ സെല്ലിൽ നിന്ന് നേടാം 4 മുതൽ 16% വരെയും. സോ അത് എല്ലാവർക്കും തുല്യമാണ്. റാങ്കിലേക്ക് കടന്നു വരുമ്പോൾ ഫസ്റ്റ് റാങ്ക് സിൽവർ ആണ്. സിൽവർ റാങ്കിൽ എത്തുമ്പോൾ നമ്മുടെ മിനിമം പാക്കേജ് $100 എന്ന കണ്ടീഷൻ, 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് എന്ന കണ്ടീഷൻ, $500 ഡയറക്റ്റ് ബിസിനസ് വോളിയം എന്ന കണ്ടീഷൻ. ഇത് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ടീം വോളിയം ആയിട്ട് $5000 എന്നെത്തുന്നോ അന്ന് തന്നെ സിൽവർ റാങ്കിന്റെ എലിജിബിലിറ്റി അദ്ദേഹത്തിന് കിട്ടും. അപ്പോ ഒരു 4% എക്സ്ട്രാ ഇൻകം നമുക്ക് നേടാം അൺലിമിറ്റഡ് ലെവലിൽ നിന്ന്. ഏത് ലെവലിൽ നമുക്ക് നേടാം, 13, 14, 15, 16 ഏത് ലെവലിൽ നിന്നും. ഒന്നാമത്തെ ലെവലിൽ നമ്മുടെ ഇൻകം 10% ആണെങ്കിൽ അത് 14% കൂടിയിട്ടുണ്ടാകും. ടോവയിൽ 20% ആണെങ്കിൽ 24% കൂടിയിട്ടുണ്ടാകും. മാർക്കറ്റ് പ്ലേസിന്റെ സെല്ലിന്റെ കമ്മീഷനെ ബേസ് ചെയ്തുള്ള ഇൻകം 15% എന്നുള്ളത് 19% കൂടിയിട്ടുണ്ടാകും. സോ ഇൻകം കൂട്ടിയെടുക്കാൻ റാങ്ക് വിൻ ചെയ്ത് നമുക്ക് സാധിക്കും. എല്ലാ ലെവലിലും ശതമാനം കൂടും. ഗോൾഡ് റാങ്കിലേക്ക് എത്തുമ്പോൾ 2 സിൽവർ വേണം. നമുക്ക് 5 ലൈൻ മിനിമം ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 ലൈനിലായിരിക്കണം ഓരോ സിൽവർ വരേണ്ടത്. ഒപ്പം ടീം ടേൺ ഓവർ $25,000 എത്തണം. അപ്പൊ 8% നമുക്ക് ഇൻകം മാറും. അപ്പോ ഒരാൾ ഗോൾഡ് റാങ്കിലാണ്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും 2 ലൈനിൽ സിൽവേഴ്സ് ഉണ്ട്. ആ ലൈനിലാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ 4% സിൽവർക്കും 4% ഗോൾഡിനും. റാങ്ക് ഇല്ലാത്ത ഒരു ലൈനാണെങ്കിലോ 8% ഡയറക്റ്റ് ഗോൾഡിന്. എമറാൾഡ് റാങ്കിലേക്ക് എത്തുമ്പോൾ 2 ഗോൾഡും $1 ലക്ഷം ബിസിനസ് വോളിയവും. 12% നമ്മുടെ ഇൻകം മാറ്റിയെടുക്കാം. അൺലിമിറ്റഡ് ലെവലിൽ നിന്നാണ് ഇൻകം വരുന്നത്. സോ എമറാൾഡ് റാങ്കാന്റെ ഗ്രൂപ്പിൽ മിനിമം 2 ഗോൾഡുകാരുണ്ടാവും. അയാളുടെ ടീമിൽ മിനിമം 2 സിൽവേഴ്സ് ഉണ്ടാകും. സോ ഈ സിൽവറിന് താഴെ ബിസിനസ് നടന്നാൽ സിൽവർക്ക് 4%, ഗോൾഡിന് 4%, എമറാൾഡിന് 4%. ഇനി എമറാൾഡിന് താഴെ ഗോൾഡ് ഉണ്ട്, ഗോൾഡിന് താഴെ സിൽവർ ഇല്ല. ആ ലൈനിൽ നിന്നാണെങ്കിൽ 8% ഗോൾഡിന്, 4% എമറാൾഡിന്. ഇനി എമറാൾഡിന് താഴെ ഗോൾഡും ഇല്ല സിൽവർ ഇല്ലാത്ത ലൈൻ ഉണ്ട്. ആ ലൈൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് 12% ഡയറക്റ്റ് എമറാൾഡിന് തന്നെ. അവിടെ സിൽവർ വന്നാൽ 4% സിൽവർക്ക്, 8% എമറാൾഡിന്. കേട്ടോ, വളരെ സിമ്പിളായ മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ട് എക്കാലവും ഈ പേ ഔട്ട് കൊടുക്കുന്നതിന് സിസ്റ്റത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എക്കാലവും ഈ പേ ഔട്ട് കൃത്യമായി കൊടുക്കാൻ സാധിക്കും. ഒരു തരത്തിലും ഒരു ഫിനാൻഷ്യൽ ബ്രേക്കേജ്, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഈ സിസ്റ്റത്തിന് മുമ്പിൽ വരാനില്ല. ഡയമണ്ട് റാങ്ക് ആണ് ടോപ്പ് റാങ്ക്.
$5 ലക്ഷം ടേൺ ഓവർ, 2 എമറാൾഡ് റാങ്ക്. ഇതുവരെ സിസ്റ്റത്തിൽ 2 ഡയമണ്ട്സ് മാത്രമേ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ഫിജോ ആൻഡ് നൂറ അവർ അസോസിയേറ്റ് സെറ്റിൽ ഡയമണ്ട് ആയപ്പോ മൈസെൽഫ് അബ്ദുൾ മജീദ് ഞാനും ഡയമണ്ടായി ഈ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. 2 എമറാൾഡ് റാങ്കുകാർ ഈ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് സംഭവിച്ചത്. $5 ലക്ഷം ബിസിനസ് വോളിയം ടീമിൽ സംഭവിച്ചു. ടീമിന്റെ പവറാണ് ഈ റാങ്കിലേക്ക് നമ്മൾ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ടീമിലുള്ള ഓരോ ആളുകളെയും ഈ റാങ്കിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടത് കമ്മ്യൂണിറ്റി എക്സ്പാൻഷൻ ആണ്. കമ്മ്യൂണിറ്റി എക്സ്പാൻഷൻ ഇല്ലാതെ ലോകത്ത് ഒരു സൊസൈറ്റിയും നിലനിന്നിട്ടില്ല. കമ്മ്യൂണിറ്റി എക്സ്പാൻഷൻ ഇല്ലാതെ ലോകത്ത് ഒരു ബിസിനസ്സും പ്രോഗ്രസീവായി മാറിയിട്ടില്ല. കമ്മ്യൂണിറ്റി ധാരാളമായി കടന്നു വരാതെ ഒരു ഇൻഡസ്ട്രിയിലും ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടില്ല. സോ ഈ സിസ്റ്റവും കമ്മ്യൂണിറ്റി ബേസിൽ നിൽക്കുന്ന സിസ്റ്റമാണ്. ഒരു ഡയമണ്ട് റാങ്കുകാരന് 16% എക്സ്ട്രാ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറും. മീൻസ് ഒരു ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്തിട്ട് ഒരു പുതിയൊരാളെ സ്പോൺസർ ചെയ്താൽ $20 ബേസ് ചെയ്ത് 26% ഇൻകം കിട്ടുമെന്നർത്ഥം. അദ്ദേഹം ടോവിൽ നിന്ന് ബൈ ചെയ്യുന്ന എമൗണ്ടിന്റെ 36% വരുമാനം കിട്ടുമെന്നർത്ഥം. അവർ മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യുമ്പോൾ കൊടുക്കുന്ന സർവീസ് ചാർജിന്റെ 31% വരുമാനം ലഭിക്കുമെന്നർത്ഥം. സോ വരുമാനം വലിയ തോതിൽ ഉണ്ടാക്കിയെടുക്കാൻ റാങ്ക് ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പൊ അസൂയോടുകൂടി ഡയമണ്ട് റാങ്കുകാരന് വലിയ പൈസ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ എങ്ങനെ ഡയമണ്ട് റാങ്കുകാരനായി മാറണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിന് വളരെ സിമ്പിൾ ആണ്. $5 ലക്ഷം ബിസിനസ് നടത്തിയാൽ മതി. $5 ലക്ഷം ബിസിനസ് എന്ന് പറയുമ്പോൾ 4.5 കോടി ഇന്ത്യൻ രൂപയുടെ ബിസിനസ്. 4.5 കോടി ഇന്ത്യൻ രൂപയുടെ ബിസിനസ് ചെയ്യാൻ ഈ രാത്രി കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ഇന്ന് ഡയമണ്ട് ആയിട്ട് മാറാം. എന്നാൽ ഒരു പ്രോപ്പർ ടീം സ്ട്രക്ചറിലൂടെ നമ്മൾ പോയാൽ വളരെ വേഗം നമുക്ക് ഡയമണ്ടിൽ എത്താം. 1 വർഷ സമയം ധാരാളം. കാരണം ഞങ്ങൾക്ക് 1 വർഷം കൊണ്ട് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ 1 വർഷ സമയം കൊണ്ട് ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോൾ ടീമിൽ കൃത്യമായ ഒരു ടീം സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ടീം സ്ട്രക്ചറിലൂടെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ഈ സിസ്റ്റത്തിന്റെ അൽഗോരിതം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സിസ്റ്റത്തിന്റെ മാത്തമാറ്റിക്സ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. സുഖമായിട്ട് ഒരു ദിവസം ഇൻകം മാത്രമായിട്ട് ഒരു $10,000 വിഡ്രോ ചെയ്യാനുള്ള പവർ ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിനുണ്ട്. ട്രേഡ് ചെയ്ത് ഓരോ ട്രേഡിൽ നിന്ന് 30% ലാഭം എടുക്കുന്നതോടൊപ്പം ഇൻകം ആയിട്ട് ഒരു $10,000 പെർ ഡേ വിഡ്രോ ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ടെങ്കിൽ ഈ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിൽ നമ്മൾ വിജയിക്കണം. കാരണം ദൈവത്തിന് ആകെ ചെയ്യാൻ പറ്റുന്നത് ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരിക എന്ന പ്രോസസ് മാത്രമാണ്. ലോകം മുഴുവൻ പ്രശ്നത്തിലാണ്. ലോകം മുഴുവൻ യുദ്ധഭീതിയിലാണ്. യുദ്ധഭീതിക്ക് അനുസരിച്ച് മാർക്കറ്റ് കൊളാപ്സ് ആയി പോകുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ടെതറോഷന്റെ മാർക്കറ്റ് പ്ലേസ് ഇവിടെ സ്റ്റേബിളായി ഗ്രോ 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 എന്നല്ലാതെ ഒരു ആണ്ടുകിട ഡൗൺ ആകുന്ന സാഹചര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ മെസ്സേജ് നമ്മൾ സമൂഹത്തിലേക്ക് ഒന്ന് കൊടുത്താൽ ഇന്ന് ലോകത്ത് ഏത് മേഖലയിൽ പണിയെടുക്കുന്ന ഒരാൾക്കും എക്സ്ട്രാ ഇൻകത്തിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. വരുമാനമില്ലാതെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാറ്റഗറി ഇന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെതറോഷൻ വിർച്വൽ അസറ്റ് ടോവ. USDT എന്ന ക്രിപ്റ്റോ കറൻസി ധാരാളമായിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അതിന് പറ്റുന്ന ഒരു സോൾഡ് ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം www.tetherocean.com. ബുഡ സെഗ്മെന്റിൽ വരുന്ന ഈ പ്രൊജക്ട് തീർച്ചയായും നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് വളരെ വ്യത്യസ്തമായ കുറെ ഡെവലപ്മെന്റ്സ് എല്ലാം നമ്മൾ കണ്ടു, നമ്മൾ മനസ്സിലാക്കി. ഈ സിസ്റ്റത്തിന്റെ സാധ്യത മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. ആ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന 2 ഡെവലപ്മെന്റുകൾ പ്രത്യേകമായി എടുത്തു പറയുന്നത് 2 ഡെവലപ്മെന്റുകൾ. ഒന്ന്, ഓരോ ക്ലെയിം ലഭിക്കുമ്പോഴും റീബൈ ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ അടുത്ത സെൽ ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കൂ. അത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. തീർച്ചയായും സിസ്റ്റത്തെ മുന്നോട്ട് നയിക്കാൻ ആ ബ്രില്യന്റ് ആയ മൂവ്മെന്റ് സഹായിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പൺ ഡിസ്കഷൻ ഏറ്റവും അടുത്ത ദിവസം പകൽ സമയത്ത് നമ്മൾ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാം. നോ പ്രോബ്ലം. ഓക്കെ ലൈനിലുണ്ട്. സോ രണ്ടുപേരുണ്ട്. ഓക്കെ സോ 2 നമ്മുടെ മാസ്റ്റർ ബ്രെയിൻസ്. ഞാൻ എപ്പോഴും സംസാരിക്കുക മാസ്റ്റർ ബ്രെയിൻസ് എന്നാണ്. കാരണം ഈ സിസ്റ്റത്തിൽ ഒരു ക്രിയേറ്ററുടെ റോള് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ ടീമാണ്.
ഡെവലപ്മെന്റ് സ്റ്റേജ് അതും സോഫ്റ്റ്വെയർ ടീമിന്റെയാണ്. പക്ഷെ അതിന്റെ ഐഡിയ ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ലോജിക് വർക്കൗട്ട് ചെയ്താൽ ആ ലോജിക് വലിയൊരു സക്സസ് ഉണ്ടാക്കി തരുമെന്ന് മനസ്സിലാക്കിയെടുത്ത രണ്ട് ബുദ്ധി കേന്ദ്രങ്ങൾ. ആ രണ്ട് ബുദ്ധി കേന്ദ്രങ്ങളും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചോദിക്കാം, മനസ്സിലാക്കാം. അതിന് പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ സെഷൻസ് നമ്മൾ ജസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നു. സോ വെൽക്കം ശിവദാസ് സാർ ആൻഡ് വെൽക്കം സൈദ് സിനോഫർ ടു ദിസ് മീറ്റിംഗ്. താങ്ക് യു. താങ്ക് യു സർ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാം. ടയർഡാണ് എനിവേ, എന്നാലും നമുക്ക് ഫസ്റ്റ് പ്രജീഷ് ചോദിച്ചോളൂ. ശിവദാസ് സാറേ നമസ്കാരം. 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 ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പുതിയ അപ്ഡേഷൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കാരണം ഞാനിതിനകത്ത് വലിയൊരു ആശങ്ക മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ സെയിം സംഭവം മുന്നേ പ്രപ്പോസ് ചെയ്തിരുന്നു. അന്ന് വെച്ചത് 75% നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അവസരം കൊടുക്കുക എന്നല്ല, നിർബന്ധമാക്കണം എന്നുള്ളത് അന്ന് ഞാനൊരു സജഷൻ പറഞ്ഞിരുന്നു. അത് 50% ആക്കി എന്നുള്ളത് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇതിനകത്ത് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടേണ്ടത്, നമ്മൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില വർദ്ധിക്കുന്നു എന്ന സംഭവമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് വിൽക്കുമ്പോൾ മാത്രമേ വില കൂടുന്നുള്ളൂ, വാങ്ങുമ്പോൾ വില വരുന്നില്ല. അതിനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരുമോ, അതോ ഇതുപോലെ തന്നെ 4% വിൽക്കുമ്പോൾ മാത്രം എന്നുള്ള അവസ്ഥയിൽ നിലനിർത്തുമോ? നമ്മൾ വാങ്ങുമ്പോൾ വിൽക്കുമ്പോൾ എന്ന് പറയുന്നത്, നമുക്ക് ടെതർ ഓഷനിൽ വാങ്ങിയാൽ വില കൂടും, അതെ ടെതർ ഓഷനിൽ വിറ്റാലും വില കൂടും. അതെ അത് ഒരു പ്ലാറ്റ്ഫോം. ഇനി അടുത്ത പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ടോവേയിൽ വാങ്ങിയാൽ വില കൂടും, അതെ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയാൽ വില കൂടില്ല. കാരണം ഇല്ല. അവിടെ ഫീസ് ഇല്ല. അതിപ്പോഴില്ല അല്ലേ? ഇപ്പൊ നമ്മളത്തെ ഈ പുതിയ അപ്ഡേറ്റിൽ 40-60, അപ്പൊ ആ 40 നമ്മള് ഇതിലാണ് പോകുന്നത്, ICOയിലേക്കാണ് പോകുന്നത്. അതെ ICOയിൽ പോകുമ്പോൾ എന്തായാലും വില കൂടും. അതെ കാരണം അതിന്റെ 20% പോകുന്നത് ലിക്വിഡിറ്റിയിലേക്കാണ്. ഉം. പ്ലസ് സെല്ല് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഒരു വ്യക്തി എത്രയാണോ എമൗണ്ട് ചെയ്തിട്ടുള്ളത്, ആ എമൗണ്ട് 30% അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഉം. ആണ് ആ വ്യക്തി സെല്ല് ചെയ്യുന്നത്. അതെ സെല്ല് ഓർഡർ ആണ് ചെയ്യുന്നത്. അതെ അപ്പോഴും എമൗണ്ട് വന്നിട്ടില്ല. ആ എമൗണ്ട് വരണമെങ്കിൽ അവിടെ ബയർ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് അത് എമൗണ്ട് വരുന്നത്. ആ എമൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ക്ലെയിം ചെയ്യണം. ഉം. ക്ലെയിം ചെയ്യുന്ന സമയത്ത് സിസ്റ്റം വീണ്ടും 4% ഫീസ് അപ്ലൈ ചെയ്യും. ഓക്കെ അപ്പൊ ആ 4% ഫീസിൽ നിന്ന് വീണ്ടും 20% ലിക്വിഡിറ്റി പൂളിലേക്ക് പോകും, വീണ്ടും പ്രൈസ് കൂടും. അതെ അപ്പൊ നമുക്ക് എല്ലായിടത്തും നമുക്ക് ഇതുണ്ട്. അല്ലാണ്ട് നമ്മള് ഇത്തവണത്തെ അല്ല, ഇതില് ഞാൻ മാർക്കറ്റ് പ്ലേസില് പറയും. മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ മുന്നേ 1% ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അന്ന് വാങ്ങിച്ച സമയത്ത് ഓൾറെഡി നമ്മൾ 1% കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അന്ന് നമുക്ക് അതെ. വിൽക്കുമ്പോൾ 3% എന്നായിരുന്നു. അപ്പൊ ഓൾറെഡി ആ. അന്ന് 1% കൊടുത്ത് വാങ്ങിയ ആളുകളാണ് വീണ്ടും നമ്മളിപ്പോ വിൽക്കുമ്പോൾ 4% കൊടുക്കുമ്പോൾ നമുക്ക് 1% കൂടി അഡീഷണൽ നഷ്ടം വരില്ലേ? ആ ഒരു ചോദ്യമാണ് അത് ആ ഒരു അതിനകത്ത്. ബാച്ചിന് മാത്രമേ ഉള്ളൂ. അതെ, ആ ഒരു പുതിയൊരു ബാച്ചിന് ബാച്ചിന് മാത്രം. അപ്ലൈ ചെയ്യില്ല. അതെ, പുതിയ ബാച്ചിന് ഉണ്ടാവില്ല. നമ്മളെ ഓരോ അതെ. അപ്ഡേറ്റ് നമ്മൾ കൊണ്ടുവരുന്നതും ഈ സിസ്റ്റത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ അതിനകത്തൊന്നും ഒരു എനിക്ക് ആംഗിളിൽ ചിന്തിക്കണം. എന്റെ 1% പോയല്ലോ ഇല്ല, എന്ന് ചിന്തിച്ചാൽ അങ്ങനെയല്ല ഞാൻ അങ്ങനെയുണ്ട്. സാർ ഉദ്ദേശിച്ചത്. ആ 1% പോകുന്നത് കൊണ്ടല്ല ഞാൻ ചോദിച്ചത്. നമ്മളിനി തിരിച്ച് ഈ ഒരു നമ്മുടെ ഇപ്പൊ ക്യൂ എല്ലാം ഇനി ക്ലിയർ ചെയ്ത് അടുത്തൊരു അപ്ഡേഷൻ വീണ്ടും വന്ന് ഇത് 1% അല്ലെങ്കിൽ 3% ആ ഒരു പഴയ അവസ്ഥയിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകുമോ നമുക്ക് അതിന്റെ ഒരു എന്നാണ്. ആവശ്യമില്ല. ഞാൻ അതിന്റെ ഒരു ലോജിക്ക് പറഞ്ഞുതരാം. ആ ഇപ്പോ നമ്മൾ 1% നമ്മൾ ബൈയിലും 3% സെല്ലിലും എന്നുള്ളൊരു കണക്കെടുക്കാം. ആ ഞാൻ $100 വാങ്ങുന്നു മാർക്കറ്റ് പ്ലേസിൽ. ഉം. ഇത് എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. ഇതിന്റെ കാൽക്കുലേഷനിലെ ഒരു ഡിഫറൻസ് നമ്മൾ വിചാരിക്കും 4% എന്നുള്ള ഒരു കണക്കാണ് നമ്മൾ എടുക്കുക, അല്ലേ? അതെ നേരത്തെ രീതിയിലും നമ്മൾ എല്ലാവരോടും പറഞ്ഞിരുന്നത് 4% ടോട്ടൽ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ $100 1% എന്ന് പറഞ്ഞാൽ എത്രയാ? അല്ലെ വേണ്ട, $1000 കുറച്ചുകൂടി വലിയ ഫിഗറിലേക്ക് വരാം. $1000 നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ചെയ്യുമ്പോൾ 1% എന്ന് പറഞ്ഞാൽ $10 ആണ്. ഇനി $1000 $1300 ആയിട്ടാണ് നിങ്ങൾ സെല് ചെയ്യുന്നത്, അല്ലെ? 30%. ആ സമയത്ത് നിങ്ങളുടെ 3% പിടിക്കുന്നു.
ആ അപ്പൊ ടോട്ടൽ നിങ്ങളിൽ നിന്ന് എത്ര ശതമാനം പിടിച്ചു? 4%. ആ എന്നല്ലേ നിങ്ങൾ പറയാ? അതെ ആ ഞങ്ങൾ അങ്ങനെ പറയില്ല. ഞങ്ങൾ 1%, 3% പറയുള്ളൂ. കാരണം കാരണം അവിടെ വിൽക്കുന്നതില് അവിടെ ആ, ഉം, ഉം. അപ്പോ വലിയ എമൗണ്ട് ആണ്. അവിടെ നമുക്ക് $10 ഉം, 39, 13, 3 ഉം. 39. അതെ അല്ലെ, 1300ന്റെ 3% 39. അതെ അതെ നിങ്ങൾ ബൈ ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്തത് 10. 10 ആ അപ്പൊ ടോട്ടൽ എത്രയായി? 49 അതെ അല്ലേ? അതെ അതെ ഇപ്പൊ 1300 വിറ്റ എത്ര വരും എന്ന് പറയോ? ഇപ്പൊ 1300 വിറ്റ് കഴിഞ്ഞാൽ വെറും അതിന്റെ 4% വരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാല് ശരി. 4% എത്രയാന്ന് പറയൂ? ആ നേരത്തെ നിങ്ങൾ 49 കൊടുത്തുള്ളൂ. അതെ ഇപ്പൊ എത്ര ഇപ്പൊ കൊടുക്കണ്ട്? ഇപ്പൊ അത്ര വേണ്ട. അതായത് 10ഉം പിന്നെ 3ഉം 1000 സോറി 300ന്റെ റിലാക്സ്. ഞാൻ പറയാം 1300 into 4% is equal to $52. $52. യെസ് 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 49 ആണോ വലുത്, 52 ആണോ വലുത്? അത് 52 തന്നെയാണ്. അപ്പൊ ഇപ്പൊ 52 സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. ആ മനസ്സിലാവുണ്ടോ? നമ്മൾ ഈ 4% എന്നുള്ളൊരു ഇതിലാണ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല. അത് ഇൻഡിവിജ്വൽ ആ കാൽക്കുലേഷൻ ആയിരുന്നു. ഇവിടെ ഓക്കെ ഇപ്പൊ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് 4% വരുന്നത്. ഓക്കെ ഓക്കെ ആ $52 വരുന്നുണ്ട്, 49 അല്ല. $3 ആ കൂടി എക്സ്ട്രാ കയറുന്നുണ്ട്. സിസ്റ്റത്തിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ $3 അല്ലെങ്കിൽ $1 എക്സ്ട്രാ കയറിയാൽ അത് ടേൺ ഓവർ ബേസ് ചെയ്യുമ്പോൾ അത് ഹ്യൂജ് ആണ് ഡിഫറൻസ്. ഓക്കെ ആ അപ്പൊ അത്രയും അതിന്റെ ഇമ്പാക്ട് ആയിരിക്കും നമുക്ക്. അപ്പൊ ഒരു $52 വന്നു കഴിഞ്ഞാൽ ആ $52 നമുക്ക് 20% നമുക്ക് ലിക്വിഡിറ്റിയിലേക്ക് പോകണമല്ലോ, ഉം. വേണ്ടേ? വേണം. അപ്പൊ 52ന്റെ 20% എത്രയായി? 52 into 20 20 10.4 ഉം. $10.4 പോകും. ഉം. നേരത്തെ അത്ര പോവില്ലായിരുന്നു. യെസ് നേരത്തെ 49ന്റെ പോവാ. അതെ അതെ മനസ്സിലാവുണ്ടോ? ആ അത് ചെറിയ എമൗണ്ട് ആണ്. അത് ശരിയാണ്. അതായത് അപ്പൊ അപ്പൊ ഇവിടെ നമുക്ക് മൈന്യൂട്ട് ആയിട്ടൊരു ചേഞ്ച് വരുത്തുമ്പോ ആ മൈന്യൂട്ട് വിൽ മേക്ക് എ ബിഗ് ഇമ്പാക്ട്. ചെറിയ ഇമ്പാക്ട് അല്ല അത്. ഓക്കെ ഓക്കെ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇതെല്ലാം കാൽക്കുലേഷൻ ആണ്. എവറിത്തിങ് ഇസ് മാത്തമാറ്റിക്സ്. ആ മാത്തമാറ്റിക്സിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. വെറുതെ ഓവറോൾ ഞാൻ അതെനിക്ക് മനസ്സിലായി. നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ലെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അല്ല കൂടുതലാ അത് വന്നത്. മനസ്സിലായി. സാർ ഇപ്പൊ പറഞ്ഞ കറക്റ്റ് മനസ്സിലായി. പക്ഷെ ആ ഒരു ബാച്ചിന് അതൊരു നഷ്ടമല്ലേ എന്നുള്ള പോയിന്റിലാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ആ ചോദ്യം ഒരു അതന്നെയായിരുന്നു. ശതമാനം വീണ്ടും നിങ്ങളുടെ റീപർച്ചേസില് ആ വീണ്ടും നിങ്ങൾ 30% വരുന്നുണ്ട്. അത് ശരിയാണ്. ദാറ്റ് മീൻസ് എന്റെ ഇപ്പോഴത്തെ ആ ഒരു ലോസ് എനിക്ക് ലോങ് റണ്ണിൽ എനിക്ക് മേക്കപ്പ് ചെയ്യാവുന്നുള്ള 100% ഉറപ്പാണ്. ഓക്കെ ഓക്കെ അപ്പൊ എന്റെ അത് ഇപ്പോഴത്തെ പ്രശ്നം തീർന്നു അല്ലേ? യെസ് അവിടെ സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം അല്ല ഇത്. ഓക്കെ ഇപ്പൊ നിങ്ങളിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് നിങ്ങളുടെ പ്രോഫിറ്റില് നാളെ നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ അപ്പോഴും ലോസിലല്ല. അതെ അതെ മനസ്സിലായില്ലേ? അതെ അതെ നമ്മൾ തീർച്ചയായിട്ടും 1%നെ കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മളിവിടെ 30%ന്റെ ഒരു പ്രോഫിറ്റ് പോർഷൻ ആണ് നമ്മൾ ചിന്തിക്കണേ. തീർച്ചയായിട്ടും വ്യത്യാസം മനസ്സിലാവുമോ? ക്ലിയർ സ്പോൺസർ ചെയ്യാൻ തുടങ്ങിയോ? അല്ല ക്ലിയർ ആണ്. സ്പോൺസർ ചെയ്യാൻ തുടങ്ങിയോ? കഴിഞ്ഞ ദിവസം തീർച്ചയായിട്ടും. മജീദ് സാറ് പിന്നെന്താ? ചോദിച്ചു എത്ര പേരെ കൊടുന്നു എന്ന് ചോദിച്ചിരുന്നു. അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന മീറ്റിംഗ്. അല്ല അത് മജീദ് സാറ് എല്ലാ മീറ്റിങ്ങിലും അത് ചോദിക്കും. അപ്പൊ ഞാൻ ഇനി മജീദ് സാറിനോട് കൊടുക്കാൻ അല്ല, പോകുന്ന ആൻസർ കാരണം ഇതാണ്. ഇതിന്റെ ബേസിക് കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല. ആ, ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ്. അതെ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് ആണ്. ഞാൻ ഉം, പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് റിയൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റിയൽ ഇൻഡിവിജ്വൽസിനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സംവെയർ അറൌണ്ട് 3000-3500 മെമ്പേഴ്സ് വ്യക്തികളാണുള്ളത്. ഐഡിയകൾ കൂടുതലുണ്ട്. അതെ അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ വ്യക്തികളായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3500 മെമ്പേഴ്സ് ആകെ ഉള്ളൂ. ഏത് ഓൾ ഇന്ത്യ ഇന്റർനാഷണൽ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാലും 3500 മെമ്പേഴ്സ് ആകെ ഉള്ളൂ. ഈ 3500 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിലെ ആ ഒരു എന്താ പറയാ പഞ്ചായത്തിൽ ചിലപ്പോൾ അതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും അതെ അല്ലേ? തീർച്ചയായിട്ടും. ആണല്ലോ. ആ. അപ്പൊ നമ്മുടെ ഒരു ടാർഗറ്റ് ഇതൊരു അല്ല ഓട്ടോ സാറേ റണ്ണിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ്. അതില് സാറ് വിഷമിക്കണ്ട. നമ്മുടെ സിസ്റ്റം റൺ ചെയ്ത് അതിന്റെ ഗ്രോത്തില് നമ്മളിപ്പോ നമ്മുടെ പോക്കറ്റിലേക്ക് 10 രൂപ എനിക്കിതിൽ വരുന്നുണ്ട് എന്ന് വിഷമമില്ല.
അല്ല സാറേ, വിഷമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മുടെ നമുക്ക് പോക്കറ്റിലേക്ക് നമ്മള് 10 രൂപ നമ്മള് വരുന്നുണ്ട് ഇന്ത്യ എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ തീർച്ചയായിട്ടും മറ്റേ നമ്മളിത് കിങ് സിനിമയിൽ പറഞ്ഞ പോലെ ഉം, ഇന്ത്യ എന്താന്ന് അറിയണം, ഇന്ത്യൻ പോപ്പുലേഷൻ എന്താന്ന് അറിയണം, ഇന്ത്യയിൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാര് ആ ഒരു സ്ട്രെങ്ത് അറിയാം. ഐഫോൺ എടുക്കുന്ന ആൾക്കാർ എത്രത്തോളം ഉണ്ട് നമ്മുടെ നാട്ടില്. നമ്മുടെ നാട്ടില് അതെ ഒരു ഹരമായിട്ട് ഐഫോൺ എടുക്കുന്ന എത്ര പേരുണ്ട്? ഈ അതെ ഐഫോണിന് മുടക്കേണ്ടത് ചെറിയ എമൗണ്ട് അല്ല കേട്ടോ, 50,000 പ്ലസ്. ഉം, ഈ 50,000 രൂപ ഒരു ഫോണിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന എത്ര പേരുണ്ട്? ഉം, ആ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞ 2-3 വർഷമായിട്ട്. ഉം. നിങ്ങൾ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സും എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അത്. അപ്പൊ അത് അത്രയ്ക്കും EMI ഹ്യൂജ് അതെ ആയിട്ട് ഒരു എന്റെ ഉം, എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ എന്നുള്ള പർപ്പസ് ആണെങ്കിൽ ഇത്രയും വേണമെന്നില്ലല്ലോ. ഇല്ല എന്തിനാ എനിക്ക് ഐഫോൺ? അതെ ഉപയോഗിക്കുന്നവന് പോലും അറിയില്ല എന്താണ് ഐഫോൺ എന്നുള്ളത്. ഉം, 4 പേരുടെ മുമ്പിൽ ഐഫോൺ 16 പ്രോ എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയണേൽ മാത്രമേ ഉള്ളൂ. ഉം. അല്ല, സാർ അതിനപ്പ പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ട്. അതായത് ഉം. ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ വേറെ ആൾക്കാർ വാങ്ങിക്കൂലേ, അതേപോലെ എൻ്റെ കയ്യിലേക്ക് 10 പൈസ വരുന്നുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ഞാനിത് 10 പേരോട് പറയേണ്ട ആവശ്യമില്ല. അവരെന്നെ ചോദിക്കും, നിനക്ക് എങ്ങനെ ഈ കാശ് വരുന്നു? അപ്പൊ വേണം, സ്വാഭാവികമായിട്ടും ഇത് ആൾക്കാർ വന്ന് ചേരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വരും, വരും, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വരും. അതിൽ നമുക്ക് പക്ഷെ യാതൊരു കുറവും നമുക്ക് സംഭവിച്ചിട്ടില്ല. ഇല്ല, അത് നമ്മുടെ ഇപ്പൊ ഈ ക്യൂ തന്നെയായിരുന്നു വലിയ പ്രശ്നം. അത് ഇതോടുകൂടി സോൾവ് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് സോൾവ് ആയി നമ്മുടെ കാശ് തിരിച്ചു വരുമ്പോ സ്വാഭാവികമായിട്ടും ആളുകൾ വരും. അതിനകത്ത് ഒരു പേടി നമുക്ക് ഞാനിപ്പോ ആർക്കും ഇന്ന് ഇല്ല. ഇന്ന് ഇവിടെ തൃശ്ശൂര് ഒരു ലീഡേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ നമ്മുടെ കയ്യിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു 10-11 മെമ്പേഴ്സ് ആയിട്ട് ഞാൻ ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഫോട്ടോ കണ്ടിട്ടൊന്നും എനിക്കറിയില്ല. അതെ, ഞാൻ അപ്പൊ കണ്ടിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, തൃശ്ശൂർ ഉം, ജില്ലയില് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉണ്ടാവുന്ന ഒരു ഏരിയ ഉണ്ട് കുറെ ഉം, വർഷങ്ങളായിട്ട്. ഉം. അതാണ് കുതിരാൻ എന്ന് പറയും. കുതിരാൻ ഒരു തുരങ്കമുണ്ട് അവിടെ. ആ തുരങ്കം, അതെ. ആ ഉണ്ടോ? ആ തുരങ്കത്തിന്റെ അവിടെ ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ, പണ്ട് കാലത്ത്, ഇപ്പോഴും ആ അതെ, ആ 5-6 മണിക്കൂർ നിങ്ങൾ ആ ക്യൂ കിടക്കണം. നിങ്ങൾക്ക് ആ, പുറകിലേക്കും പോകാൻ പറ്റില്ല, മുമ്പിലേക്കും പോകാൻ പറ്റില്ല. കാരണം ബാക്കിൽ മുഴുവൻ വണ്ടികൾ വന്ന് നിറഞ്ഞേക്കായിരിക്കും. കാരണം തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോകുന്ന വണ്ടികൾ നിറഞ്ഞേക്കായിരിക്കും. ആ, നിങ്ങൾ അനങ്ങാൻ പറ്റില്ല, അവിടെ തന്നെ ഇരിക്കും. അടുത്ത ഏതെങ്കിലും ഷോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വല്ല ചായ, വെള്ളം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കുടിക്കാന്നല്ലാണ്ട് നിങ്ങൾക്ക് ആ, 5-6 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ പോയി കിട്ടും. ഒരു അതെ. ലോറി പറഞ്ഞാൽ മതി, കഴിഞ്ഞു. ഉം. അതേപോലെയാണ് ഇപ്പൊ നമ്മൾ അതുപോലത്തെ കുടുങ്ങിയത്. ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇത് ഗ്രാജുവലി ആ ഒരു ട്രാഫിക് ആണ് കുറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ജാം കുറഞ്ഞു കഴിഞ്ഞാൽ, ഉം. പിന്നെ ഇത് വീണ്ടും ഹൈവേ ആണ്. തീർച്ചയായിട്ടും ഈ അങ്ങനെ സംഭവിക്കട്ടെ. എക്സ്പ്രസ് ഹൈവേ നിങ്ങൾ 2 ആഴ്ച മുമ്പ് നിങ്ങൾ കണ്ടതാണ്. കണ്ടതാണ്, അതാണല്ലോ ആ എക്സ്പ്രസ് ഹൈവേയിലൂടെ നമ്മൾ പോയി അതിന്റെ അപ്പൊ സുഖം ആ എക്സ്പ്രസ് ഹൈവേയിൽ അനുഭവിക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ആകെയുള്ള ഒരു പ്രശ്നം പ്രോബ്ലം വന്നത്. ഈ പറയുന്ന ക്യൂ മാത്രമേ ഉള്ളൂ. ഈ ക്യൂ വന്നത് എന്താണ്? ഈ പൈലിംഗ് അപ്പ് വന്നത് എന്തുകൊണ്ടാ? ഇങ്ങനൊരു ജാം വന്നുകൊണ്ടാ. അതെ. ആ ജാമിൽ നമുക്ക് തോന്നി അത് ശരിയല്ല എന്ന് തോന്നി. ഉം. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ഡിസിഷൻ ആണത്. ഉം. ഇതിനെ കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് ഒരു പർട്ടിക്കുലർ വിഭാഗം ആൾക്കാർക്ക് മാത്രം, കാശുള്ള ആൾക്കാർക്ക് മാത്രം കളിക്കാവുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഉം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ട്രിക്ട്ലി അവിടെ നമ്മൾ അതിനെ, ആ ക്യൂവിനെ കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും റീകണ്ടീഷൻ ചെയ്ത് വീണ്ടും ഉം. സിംഗിൾ എൻട്രി എന്നുള്ള രീതിയിൽ. സെക്കൻഡ് ഉം. ടൈമിലും നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി. തേർഡ് ടൈം ഉം. 30-ാം ഉം. തീയതി ഈവനിങ്ങിൽ വന്നിട്ടുള്ളത് ഇന്ന് വരെ നമ്മൾ പിന്നെ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇനി ക്യാൻസൽ ഇല്ല ചെയ്യില്ല. ഇല്ല 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 തീർച്ചയായിട്ടും അത് ആ 30, 31, 1 ആ കാരണം 3 നമ്മള് ദിവസത്തെ ക്ലിയർ ആയ ഓക്കെയാണ്. ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ 15 മാസം മുമ്പ് നമ്മൾ തുടങ്ങിയ ഫെദർ ഓഷനിലെ നമ്മൾ ഒരു തരത്തിലും അപ്ഡേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഉം. ആദ്യത്തെ ഒരു 3 മാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. അതെ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതിനെ കുറിച്ചിട്ട് ചിന്ത ഉണ്ടാവില്ല. ഉം. സിസ്റ്റം സെൽഫ് റണ്ണിങ് മോഡിലേക്ക് പോകും. അവിടെ തീർച്ചയായിട്ടും. നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്യാനോ കമ്മീഷൻ എടുക്കാനോ നിങ്ങളുടെ കോയിൻ സെല് ചെയ്യാനോ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ആ ഉം. സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓൾമോസ്റ്റ് ഡൺ. അതെ. ഞങ്ങൾ ഉം. ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യില്ല. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ സിസ്റ്റം ലോക്ക് ചെയ്യും. ഇനി എന്തൊക്കെ ഇതിലുണ്ടെങ്കിലും ശരി, ഉം. ഈ സിസ്റ്റം ഫൈനലി നമ്മൾ ലോക്ക് ചെയ്യുന്ന ഒരു ഫൈനൽ പ്രൊസീജിയറിലാണ് ഞങ്ങൾ ട്രാൻ. ആ ഇതിനുശേഷം പിന്നെ ഒരു തരത്തിലും നമ്മളൊരു അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ കേൾക്കില്ല ഫെഡറേഷനില് അല്ലെങ്കിൽ ടോവയില്. ഇനി നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് കേൾക്കാൻ പാടുള്ളൂ.
അതൊക്കെ അത് അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്, അല്ലാണ്ട് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോയി യാതൊരു താല്പര്യമില്ല. അതല്ല നമ്മള് അങ്ങനെയല്ലേ ഉള്ളൂ. അതായത് ഒരു സിസ്റ്റം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അടുത്ത ഇപ്പൊ ടെതറോഷൻ ടോയായിട്ട് മാറിയ പോലെ ഇനി അടുത്ത ഇതിൽ നമ്മൾ നിലനിന്ന് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിക്കാൻ അതാവാം മാത്രമേ പാടുള്ളൂ. സിസ്റ്റത്തിന്റെ ഒപ്പം അതെ. നിൽക്കുന്നവർക്ക് അതിനുള്ള മെച്ചം ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ഉണ്ടാവണല്ലോ. കൂടെ നമുക്ക് നമ്മൾ ഈ പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്ന നേരത്ത് വിരലിലെണ്ണാവുന്ന കുറച്ച് ലീഡേഴ്സാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഉം. ബാക്കിയുള്ളവർ വന്നും പോയി കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതെ. പക്ഷെ അന്ന് ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരാൾ നഷ്ടത്തിൽ പോയിട്ടില്ല. ഉം. ഇപ്പൊ നല്ല പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡോക്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ആ ഡോക്ടർ സെല് ചെയ്തിട്ടുണ്ട്. ഉം. പുള്ളി ഓൾമോസ്റ്റ് $3000 ഓൾറെഡി എടുത്തു. എന്നിട്ടും ആ. പുള്ളിയുടെ ഒരു $1800 ഇപ്പോഴും സിസ്റ്റത്തിൽ കിടപ്പുണ്ട്. ഏത് $1600 മാത്രം ചെയ്തൊരു വ്യക്തിയാണ്. അതെ. ആ. മനസ്സിലാവുണ്ടോ? അതെ. ഉം. അതൊരു ലോങ് ടേം സിസ്റ്റമാണ്. നമ്മുടെ ഇപ്പൊ ലോങ് ടേം എന്ന് പറയാൻ പറ്റില്ല, കാരണം അതും ഷോർട്ട് ടേം ആയി. ഫെദറോഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് കഴിഞ്ഞ 2 മാസം ഷോർട്ട് ടേം കൊണ്ട് ആയി, ഞങ്ങൾക്ക് കാരണം ടോവയുടെ ഫെദറോഷൻ വാല്യൂ ആണെങ്കിലും ടോവയാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ 3 അത് മാസം കൊണ്ട് ഷോർട്ട് ടേം ആണ്. ഉണ്ടായിട്ടുള്ള ഇത് അതെ. രണ്ടിന്റെയും ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ഉം. 1:5 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണല്ലോ. അതെ. ഫെദറോഷനിൽ ഒരു പൈസ കൂടി കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ടോവയില് 5 ഇരട്ടി കൂടും. അതെ. പക്ഷെ ഇതിന്റെ പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും 900%-ലാണ്. ഉം. 900%. ഉം. മനസ്സിലാവുണ്ടോ? അതെ. വെറും 3 മാസം കൊണ്ട്. ഇപ്പൊ ഞാനൊരു നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് നമ്മുടെ ഒരു ആളുണ്ട്, പുള്ളിയായിട്ട് സംസാരിക്കുന്നു, ഉം. മേഘാലയയില്. ഉം. പുള്ളി പറഞ്ഞു ഏതൊരു പ്രോജക്റ്റ് കൂടെ വന്നിട്ടുണ്ട്, ആ പ്രോജക്റ്റ് 3 മാസം കൊണ്ട് $1 നിന്ന് $2 ആയി എന്ന് പറഞ്ഞു. ഉം. ഞാൻ പറഞ്ഞു ഞാൻ 3 മാസം കൊണ്ട് 1.20 നിന്ന് 10 സംതിങ്ങിലാണ് ഞാൻ നിൽക്കണേന്ന് പറഞ്ഞു. ഇനി ഒരു പൈസ പോലും കുറയൂല. അതെ, കുറയില്ല. അത് സാറേ 100% ഞാൻ guarantee ആണ്. നാളെ തന്നെ എനിക്ക് വിശദമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് വേണം. നമുക്കിവിടെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ 7 സംസ്ഥാനത്തും നമുക്ക് ഹെവി ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാമെന്നുള്ള ഒരു കാരണം ഞങ്ങളായിട്ട് ഏകദേശം ഒരു 10 കൊല്ലത്തിന് മേലെയായിട്ടുള്ള പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഗവൺമെന്റ് എംപ്ലോയി ആണ്. പക്ഷെ അതുകൊണ്ടൊന്നും പുള്ളിയുടെ ഒരു ഡ്രീം 100 ബിറ്റ്കോയിൻ വേണം എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുകയും ചെയ്തു, ജോലി വെച്ചിട്ട് 100 ബിറ്റ്കോയിൻ ചെയ്യും? ഇല്ല, നെറ്റ്വർക്ക് തന്നെ വേണം. പക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാ നെറ്റ്വർക്കും പൊളിഞ്ഞു പോവാണ്, എന്ത് ചെയ്യും സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനിയൊരു സൊല്യൂഷൻ ഉണ്ടേന്. ആ പ്രോബ്ലത്തിനും, ആ പൊളിഞ്ഞു പോകുന്ന ഒരു സൊല്യൂഷനും, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനാണ് ടെതറോഷൻ ടോവ മാർക്കറ്റ് പ്ലേസ്. അത് എന്നും അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഡൺ, നാളെ ചെയ്യാം എന്ന് പറഞ്ഞേക്കാം. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് അത്രയ്ക്കും ഹ്യൂജ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഞങ്ങൾക്ക് ഉണ്ട്. എനിക്കും സൈദിനും ഉണ്ട്. നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള സൈദിനും ഞങ്ങൾക്ക് അത്രയും ഹ്യൂജ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസിനെ ഭീകരമായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് കാണരുത്. അത് കാണുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിനെ ആ ഒരു രീതിയിൽ, കാരണം പല പ്രോജക്റ്റുകളും അപ്ഡേഷൻ ഞാൻ നേരത്തെ ഒരു ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിനെ പെർഫെക്റ്റ് ആക്കണം എന്നാണ് അർത്ഥം. അതെ. അല്ല, ഇതിനകത്തൊരു അപ്ഡേഷൻ വന്നിട്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടല്ലല്ലോ വരുന്നേ. നമ്മുടെ ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഓരോ അപ്ഡേഷനും മാറി മാറി വരുന്നത്. അതിപ്പോ ആ പ്രശ്നം സോൾവ് ആയ ആ അപ്ഡേഷൻ പിന്നെ ഉണ്ടാവില്ല, അവിടെ നമ്മൾ നിൽക്കും. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്വന്തം ഇത് മാത്രമല്ല, നമ്മൾ കളക്റ്റീവായിട്ട് നമ്മൾ ഞങ്ങളുടെ എൻറ്റയർ ഗ്രൂപ്പിലുള്ള ടോപ്പ് ലീഡേഴ്സ് ആയിട്ട് മുഴുവൻ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ ഇത് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണത്. മനസ്സിലാവുണ്ടോ? തീർച്ചയായിട്ടും അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഈ സിസ്റ്റം എന്നും ഉണ്ടാവും. നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, ഈ ക്യൂ കുറയേണ്ട ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ക്യൂ കുറയും. തീർച്ചയായിട്ടും സാറേ, അതിനകത്ത് യാതൊരു തർക്കവും. അത് ഇന്റേൺ നമുക്ക് ഹെൽപ്പാണ്. ഒരു പുതിയൊരു ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റർ ആദ്യം ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസിലുള്ള ഓൾറെഡി കിടക്കുന്ന ആൾക്കാരുടെ ഓർഡർ വാങ്ങിക്കുക എന്നതാണ്. ഒരു ബയർ. ഏതൊരു വ്യക്തി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അയാൾ ഒരു ബയർ ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ അയാൾ സെല്ലർ ആവുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അയാൾ സെല്ലർ ആവുന്നുള്ളൂ. നമുക്ക് ഇതിന്റെ സ്പീഡ് അനുസരിച്ച് നമ്മളെ നേരത്തെ പ്രഡിക്റ്റ് ചെയ്താണ് ആ സ്പീഡിലേക്ക് ഇങ്ങനെ വന്നതാണ്.
വന്നതാണ്. ഒരാഴ്ച ഞങ്ങൾ ഒരു കൊണ്ടല്ലേ മാസം നമുക്ക് കൊണ്ട് 30% എന്ന് പറഞ്ഞത് ഞങ്ങൾ 20 ദിവസം കൊണ്ട് 30% കണ്ടിട്ടുണ്ട്, 10 ദിവസം ഒരാഴ്ച കൊണ്ട് കൊണ്ട്. കണ്ടിട്ടുണ്ട്, 5 ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ട്, 3 ദിവസം കൊണ്ട് 10% കണ്ടിട്ടുണ്ട്, ആ അല്ലെങ്കിൽ ഞാൻ 30% കണ്ടിട്ടുണ്ട്. അതെ അതെ. അതിലേക്ക് അത്രയും സ്പീഡായിരിക്കും. നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ 30% എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു ഉം, പ്രോജക്റ്റിനുണ്ട്. ഉം, പക്ഷെ അത് എല്ലാവരുടെയും സഹകരണം ഇല്ലാണ്ട് നടപടിയാവില്ല. ഉം, അത് ഞാൻ വ്യക്തമായിട്ട് പറയില്ല. നോക്കിയിരിക്കുന്നു, ശരി, നോക്കിയിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അപ്പോഴും വർക്ക് ചെയ്യാൻ ഇവിടെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഉം. അവർ സ്ട്രോങ് ആണ്. അവരെ തല്ലിക്കൊന്നു കളഞ്ഞാൽ അവർ മാറൂല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് അവർ നിൽക്കണേ. അത്രയും സ്ട്രോങ് ആണ്. അതിൽ അതെ സംശയമില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരാ. അതെ, നമുക്കറിയാവുന്ന മനസ്സിലാവല്ലോ, കുറെ അവർ ആളുകളുണ്ട്. അത്രയും അതെ. ബോൾഡ് ആണ്. ഉം, നമുക്ക് അതൊരു 10 പേര് അല്ലെങ്കിൽ 20 പേര് അല്ലെങ്കിൽ 50 പേര് മതി വീണ്ടും ഉം, ഇതേ സ്ട്രെങ്ത്തിലേക്ക് നമുക്ക് തിരിച്ചു ഇതിനെ കൊണ്ടുപോകാൻ. ഉം, നമുക്ക് ഇതിലുള്ള 3000 അല്ലെങ്കിൽ 4000 പേരുടെ ആവശ്യമൊന്നും ഇല്ല. ഉം. 4000 പേര്